രാഷ്ട്രീയ ജനതാദൾ അരിക്കോത്ത് നടക്കുത്താഴ കുടുംബ സംഗമം മനയത്ത് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മലബാറിലെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി പുനഃസംഘടിപ്പിക്കാൻ നടത്തിയ ശ്രമത്തിൽ വടകരയിലെ പരവന്തയിലെ നെയ്ത്തുതൊഴിലാളി സ്ഥാപനത്തിൽ പ്രവർത്തിച്ച 7 പേരാണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ വടകരയിലെ ആദ്യത്തെ ഘടകത്തിൻ്റെ നേതാക്കന്മാർ. അതിലൊന്ന് പാറക്കൽ ഗോപാലട്ടനായിരുന്നു. എൻ്റെ അച്ഛൻ്റെ അനുജൻ കണ്ണിപ്പിൽ കോരൻ അതിൻ്റെ ഭാഗമായിരുന്നു. ആ 7 പേർ കൂടിയിട്ടാണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ വടകര ഘടകം രൂപീകരിക്കുന്നത്. അതിനെ തുടർച്ചയായിട്ടാണ് പിന്നീട് കെ കുഞ്ഞിരാമക്കുറുപ്പ് യുവക് സംഘം രൂപീകരിക്കുകയും കാറാമലയിലും അഴിയൂരിലും കുന്നമുക്കരയിലും ചോറോടും എല്ലാം ഈ പ്രസ്ഥാനത്തെ വളർത്തിയത്. ഈ വടകര മുനിസിപ്പാലിറ്റിയിലെ പുതുപ്പണം, അതുപോലെ തെരു, കരവന്തല തുടങ്ങിയ സ്ഥലങ്ങളിൽ സജീവമായ പാർട്ടി ഉണ്ടായിരുന്നു. എന്നാൽ അതിൻ്റെ എല്ലാം നേതൃരംഗത്തുണ്ടായിരുന്ന ഒരു പ്രദേശമാണ് നടക്കുതാഴയിലെ അരിക്കോത്ത് താഴ എന്ന് പറയുന്ന പ്രദേശം. ഇത് സോഷ്യലിസ്റ്റുകളുടെ ജന്മഭൂമിയാണ്. തലമുറകൾ കൈമാറിയിട്ടും ആ ശക്തി അതേപോലെ നിലനിർത്തുന്ന ഒരു തുരുത്തായി ഇപ്പോഴും ഈ അരിക്കോത്ത് താഴ നിൽക്കുന്നു എന്നതിന് പ്രേരകമായി തീർന്നത് ഇവിടെ ആദരിക്കപ്പെടുന്നവരും നമ്മെ വിട്ടുപിരിഞ്ഞവരുമായ നിരവധി ആളുകളുടെ നിസ്തുലമായ സേവനത്തിൻ്റെ ഭാഗമായിട്ടാണ്. അതുപോലെ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഘടകം ഇപ്പോൾ സ്വാഗതത്തിലും അധ്യക്ഷ പ്രസംഗത്തിലുമെല്ലാം അവർ വിവരിക്കുകയുണ്ടായി. ഇവിടുത്തെ കൂട്ടായ്മകൾ ഒരു മട്ടിലാണെങ്കിലും പഞ്ചായത്തിന് പുറത്ത് ഏറ്റവും ശക്തമായ ഒരു കൂട്ടായ്മ, അത് ബഹുജനങ്ങളുടെ ആകെ സുഖദുഃഖത്തിൽ പങ്കെടുക്കുകയും. ചടങ്ങിൽ സലീം മടവൂർ മുഖ്യഭാഷണം നടത്തി. ആശംസകൾ അർപ്പിച്ച് കെ കൃഷ്ണൻ, സി കുമാരൻ, വി നാണു, എം സതി, പ്രസാദ് വിലങ്ങിൽ, രാജിത പതേരി, രാജൻ കൊളാവിപ്പാലം, രാജൻ കായക്ക, മണി കുന്നുമ്മൽ, മധു കുന്നുമ്മൽ എന്നിവർ സംസാരിച്ചു. രാജീവൻ പുതുക്കുടി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കെ രാജീവൻ സ്വാഗതവും ശശി പതേരി നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ മുതിർന്ന സോഷ്യലിസ്റ്റുകളെ ആദരിച്ചു. അദ്ദേഹം സ്വന്തം മകളുടെ വിവാഹത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരിക്കുമ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥർ വരാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരവിറക്കിയ ഒരു പാരമ്പര്യോഗ്യമുള്ള ഒരു മഹാനായ സോഷ്യലിസ്റ്റ് ആയിരുന്നു കർപ്പൂരി ഠാക്കൂർ. അദ്ദേഹം മരിക്കുന്ന സമയത്ത് 1 രൂപയുടെ സ്വത്ത് പോലും അവശേഷിപ്പിക്കാതെ മരണപ്പെട്ട വലിയൊരു മനുഷ്യനാണ്. ആ കർപ്പൂരി ഠാക്കൂറിന്റെ മൂല്യം വലുതാണെന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് ഇപ്പൊ നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ ഭാരതരത്ന കൊടുക്കാനും ഓരോ പ്രസംഗത്തിലും കർപ്പൂരി ഠാക്കൂറിന്റെ പേര് പറയുന്നതൊക്കെ ആ മൂല്യം തിരിച്ചറിഞ്ഞിട്ടാണ്. കർപ്പൂരി ഠാക്കൂർ യഥാർത്ഥ സോഷ്യലിസ്റ്റ്. ഇന്ത്യയിൽ അദ്ദേഹത്തിന് ആദ്യത്തെ പ്രാവശ്യം മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കാൻ നോക്കിയപ്പോ സഖ്യകക്ഷിയുടെ ഭാഗമായിട്ട് 69 തോന്നുന്നു അദ്ദേഹത്തിന് കൊടുക്കാൻ നോക്കിയപ്പോ സഖ്യ പാർട്ടികൾ പറഞ്ഞു, ഒരു ചുരകര മുഖ്യമന്ത്രിയായിട്ട് ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല, പിന്തുണയ്ക്കില്ല. അന്നേരം ആ സമയത്ത് കർപ്പൂരി ഠാക്കൂർ പറഞ്ഞത്, എന്റെ പേരിൽ തട്ടിക്കൊണ്ട് ഒരു മുഖ്യമന്ത്രി സ്ഥാനം പ്രതിപക്ഷത്തിൽ കിട്ടിയത് ഒഴിവാക്കണ്ട, ഞാൻ പിന്മാറുന്നു എന്ന് പറഞ്ഞു. 1970 സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയപ്പോഴാണ് കർപ്പൂരി ഠാക്കൂർ മുഖ്യമന്ത്രിയാവുന്നത്. ആ കർപ്പൂരി ഠാക്കൂർ മരിക്കും 1 രൂപയുടെ സ്വത്ത് പോലും ഇല്ല. ഇതായിരുന്നു സോഷ്യലിസ്റ്റുകളുടെ ജീവിതം. ഡോക്ടർ ലോഹിയെ പോലെയുള്ള ആളുകൾ അവരൊക്കെ തന്നെ ജീവിതത്തിൽ ഉടനീളം സോഷ്യലിസ്റ്റ് എങ്ങനെ ആയിരിക്കണം, അത് പ്രസംഗത്തിൽ മാത്രമല്ല പ്രായോഗികമായി നടപ്പിലാക്കിയാണ്.